പരോൾ നൽകുന്നതിൽ ജയിൽ മേധാവിക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. ജയിൽ മേധാവി സ്വന്തം ഇഷ്ടപ്രകാരം പരോൾ നൽകേണ്ട എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവി പരോളുകൾ അനുവദിച്ചിരുന്നു. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. അഞ്ജു, നേരത്തെയും പല പരോളുകളും വിവാദത്തിലായിരുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു ഈ വിസ്മയ കേസിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ നിലനിന്നതാണ്. ഇപ്പോൾ എന്താണ് ഈ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ജയിൽ മേധാവിക്ക്? ഇപ്പോൾ ജയിൽ മേധാവിയെ അതായത് ജയിൽ മേധാവി പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തിരുത്ത് വരുത്തണമെന്ന ഒരു നിർദ്ദേശം അത് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഇനി പരോൾ നൽകേണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സാധാരണ ഈ പോലീസ് റിപ്പോർട്ടുകൾ എതിരാണെങ്കിൽ ചില കേസുകളിൽ ജയിൽ മേധാവി പരോൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോലീസ് റിപ്പോർട്ട് എതിരാണെങ്കിൽ ഈ ജയിൽ ഉപദേശക സമിതിയുടെ അംഗീകാരമില്ലാതെ പരോൾ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. ഇനി അത് അങ്ങനെ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകുകയാണ്. ജയിൽ മേധാവിയെ തിരുത്തിക്കൊണ്ടൊരു നിർദ്ദേശമാണ് ആഭ്യന്തര സെക്രട്ടറി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിസ്മയ കേസിലെ പ്രതി കിരൺ ഉൾപ്പെടെ ഇത്തരത്തിൽ പരോൾ അനുവദിച്ചത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഈ പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പരാതികൾ വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരോളിൽ ഒരു തിരുത്ത് വേണമെന്ന്, ഒരു നിയന്ത്രണം വേണമെന്നൊരു നിർദ്ദേശം വ്യക്തമാണ്. പരോൾ നൽകുന്നതിൽ ജയിൽ മേധാവിക്ക് മേൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.